പരസ്പരം വർഗീയ മുന്നണി എന്ന ആരോപണം ഉന്നയിക്കുന്ന LDFും UDFും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വി മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട്. മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയുടെ വോട്ടിൽ ജയിക്കാനുള്ള UDF ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം. PDPക്കെതിരെയുള്ള കേന്ദ്ര ലൈൻ CPM തിരുത്തിയോ എന്നും വി മുരളീധരന്റെ ചോദ്യം. അതേസമയം BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ നേതാക്കളില്ല എന്ന പ്രചരണം വി മുരളീധരൻ തള്ളുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂരിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയിരിക്കുകയാണ്. PDP LDFിനെ പിന്തുണയ്ക്കുന്നു, വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണയ്ക്കുന്നു. ഇതിപ്പോൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കിയാണോ BJP? അല്ല, ഇവർ രണ്ടുപേരും പരസ്പര ആരോപണം ഉന്നയിക്കുകയാണ്. ഒരാൾ പറയാണ് മറ്റേയാൾ വർഗീയ പാർട്ടിയാണ്, അയാൾ പറയാണ് ഇയാൾ വർഗീയ പാർട്ടിയാണ്, മുന്നണിയാണ്. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയെ, ഒരു സംഘടനയെ, അങ്ങനെയാണെന്ന് കഴിഞ്ഞ കോൺഗ്രസിൻ്റെ സർക്കാർ തന്നെ കേരളത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ഒരു പാർട്ടി, ഒരു സംഘടന, ആ സംഘടനയുടെ പിന്തുണ നേടിയെടുത്ത് അതിൻ്റെ പേരിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഭീകരവാദികളെയും വർഗീയവാദികളെയും പിന്തുണച്ചുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമവും, ആ ശ്രമം ഈ പ്രദേശത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും. CPM പറയുന്നത് PDP എന്ന് പറയുന്നത് പീഡിത വർഗത്തിൻ്റെ പാർട്ടിയാണ്, എന്നാൽ വെൽഫെയർ പാർട്ടി അങ്ങനെയല്ല എന്നതാണ് അവരെടുക്കുന്ന നിലപാട് ആ വിഷയത്തിൽ. അപ്പോൾ CPM അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെ തിരുത്തിയോ? കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് പിണറായി വിജയൻ മദനിയുടെയോടൊപ്പം വേദി പങ്കിട്ടത് തെറ്റായിപ്പോയി എന്നാണ്. ആ നിലപാട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സൗകര്യം പോലെ നിലപാടുകൾ എടുക്കുന്ന ഈ അവസരവാദ രാഷ്ട്രീയമാണ് ഇവിടെ ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് ടീം വന്നിട്ടില്ല. അത് ഈ മുന്നോട്ട് പോക്കിന് ഒരു ഇതാകുന്നു എന്ന് തരുന്നത്. ഉടനെ ടീം വരുമോ? എങ്ങനെയാണ് മറ്റു ഭാരവാഹികൾ ഉടനെ പ്രഖ്യാപിക്കുമോ? അതായത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും ഇവിടെ തെരഞ്ഞെടുപ്പിലുണ്ട്. അവരെന്ത് ഭാരവാഹിത്വം ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ അത് സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസിഡന്റ് പ്രഖ്യാപിച്ച് ഇത്രയും നാളായല്ലോ. അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സംഘടനാപരമാണ്. അതുകൊണ്ട് ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വാദത്തിൽ അർത്ഥമുണ്ട്. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ നിന്ന് ആരും മാറി നിന്നിട്ടില്ല. വി മുരളീധരനാണ് നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നീങ്ങുകയാണ് നിലമ്പൂരിൽ. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം എസ് ടാഗിൻ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.